എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും BSSC ITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു നിമിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്. ആ പരീക്ഷയിൽ 25 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ആ 25 ക്വസ്റ്റ്യൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറുതെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പറഞ്ഞു പോകത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു പോകും. അതായത് ഇതുപോലത്തെ കുറേ എക്സാമിനേഷൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു റിവിഷൻ കിട്ടും ഒരു വർഷത്തെ സിലബസിൻ്റെ. അത് തന്നെയാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് ആ ഒരു സീരിയസ്നെസ് കണ്ടിട്ട് ആ ഒരു സീരിയസ്നെസ് എടുത്ത് നിങ്ങൾ പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ഡയറക്റ്റായിട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ഓംസ് ലോ? ഓംസ് ലോ വരുന്നത് നമ്മുടെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്താണ്. ഓംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വോൾട്ടേജ് V = I കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ്. ഓംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചൊരു ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് = കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇതിന് നമ്മൾ ജസ്റ്റ് ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ, അതായത് ഇപ്പം വലത് സൈഡിൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് നടക്കുന്നത്, ആ ഇൻറ്റു റെസിസ്റ്റൻസിനെ ഇടത് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡിവിഷൻ ആവും. വലത് സൈഡിൽ നിന്ന് ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ ഇടത് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ I സമം പിന്നെ എന്താവും, വലത് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന റെസിസ്റ്റൻസ് ഇടത് സൈഡിൽ വരുമ്പോൾ ഡിവിഷൻ ആവും, V/R എന്നാവും. അതാണ് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുള്ളത്. V = I × R, അതാണ് ഓംസ് ലോ പറയുന്നത്. ഇനി ഓംസ് ലോ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് I = V/R എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കും. വലത് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഇടത് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ മതി. ഇനി നമുക്ക് ഇത്രയും ചെയ്തു വെച്ചതിന് ശേഷം ഓപ്ഷൻസ് വായിക്കാം. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ I ആണ് കേട്ടോ. അത് I അടുത്തുള്ള സിമ്പൽ പ്രപ്പോർഷണൽ എന്ന് വായിക്കുക. 1/V എന്ന് നടക്കുന്നത് അതല്ല. I പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് R എന്ന് നടക്കുന്നത് അതുമല്ല. ഇനി മൂന്നാമത്തെ നോക്കുക, I പ്രപ്പോർഷണൽ ടു V/R. I പ്രപ്പോർഷണൽ ടു V/R. ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈക്വൽ സൈനിന് ഏതാണ്ട് ഒരു സമാനമായിട്ട് നമുക്ക് കാണാം, തുല്യമായിട്ട് കാണാൻ പറ്റുമെന്ന് പറയുന്നില്ല. നമ്മുടെ ഓപ്ഷൻ C കണ്ടോ നിങ്ങൾ, I പ്രപ്പോർഷണൽ ടു V/R. അതാണ് നമ്മളിവിടെ താഴെ എഴുതി വെച്ചേക്കുന്നത്. V/R = I. A = B ആണെങ്കിൽ B = C ആയിരിക്കും. രണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിരിക്കും. A എന്ന് പറഞ്ഞാൽ Bക്ക് തുല്യമാണെങ്കിൽ B Aക്കും തുല്യമായിരിക്കും. V/R = I ആണെങ്കിൽ I = V/R ആയിരിക്കും. അതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. നമ്മൾ ഓംസ് ലോയിൽ പഠിച്ച ഫോർമുല V = IR ആണ് പഠിച്ച ഫോർമുല. അതിനെ ഒന്ന് ജസ്റ്റ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ഒരു റെസിസ്റ്റൻസിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ I = നമുക്ക് എന്തെന്ന് കിട്ടും, V/R എന്ന് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫോർമുല മാത്രം പഠിക്കില്ല, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും അറിയണം. അടുത്ത ചോദ്യം നമ്മൾ മുന്നത്തെ പരീക്ഷയിൽ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെയ്തു തരാം. ഈ രണ്ടാമത്തെ ചോദ്യം വരുന്നത് മാസ് വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അതിൻ്റെ അകത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോർഷൻ്റെ അകത്താണ് അടുത്ത ചോദ്യം വരുന്നത്. അതിൻ്റെ അകത്തൊരു ഫോർമുലയുണ്ട്. ഇവിടെ മുകളിലായിട്ട് ഞാൻ ആ ഫോർമുല എഴുതിയിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ് = W1 / W1 - W2. ഏതൊരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ W1 / W1 - W2. ഇതിൽ W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വസ്തുവിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ എയറിൽ വെച്ച് തൂക്കി നോക്കുമ്പോഴുള്ള വെയിറ്റ് ആണ് W1. ഇതിൽ W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം വസ്തുവിന് വെള്ളത്തിലെടുത്തിട്ട് വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് കുറച്ച് കുറവായിരിക്കും. ആ വെയിറ്റിനെയാണ് നമ്മൾ W2 എന്ന് പറയുന്നത്. W1 എന്ന് പറയുന്നത് ഏത് വസ്തുവിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണോ നിങ്ങൾ നിർണ്ണയിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വസ്തുവിനെ എയറിൽ വെച്ച് തൂക്കി നോക്കുമ്പോഴുള്ള വെയിറ്റും, ഈ W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം വസ്തുവിനെ വെള്ളത്തിലെടുത്തിട്ട് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഒന്ന് കുറവായിരിക്കും. ആ വെയിറ്റിനെയാണ് W2 എന്ന് പറയുന്നത്. ഈ W1 W2 ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ മെറ്റൽ? ഇവിടെ ഒരു മെറ്റലാണ്, സോളിഡ് ആണ്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇറ്റ് വെയ്സ് 6.5 കിലോഗ്രാം ഇൻ എയറിൽ വെച്ച് തൂക്കി നോക്കുമ്പോൾ 6.5 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ആൻഡ് 3.5 കിലോഗ്രാം ഇൻ വാട്ടർ. വെള്ളത്തിലോട്ട് എടുത്തിടുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും.
അതെത്രയാണ്? 3.5 സോ W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഏറ്റവും താഴെയായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 കിലോഗ്രാമും W2 എന്ന് പറഞ്ഞാൽ 3.5 കിലോഗ്രാമാണ്. നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ W1 ഡിവൈഡഡ് ബൈ W1 മൈനസ് W2. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.5 ഡിവൈഡഡ് ബൈ 6.5 മൈനസ് 3.5. 6.5നെയും 3.5നെയും കുറച്ച് കഴിഞ്ഞാൽ 3 കിട്ടും. 6.5 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.166 എന്ന് കിട്ടും. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ സി. ഞാനിതൊന്ന് ഇറേസ് ചെയ്യാണ്. ഇറേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓപ്ഷൻ നമ്മളിപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു W1 ഡിവൈഡ് ബൈ W1 മൈനസ് W2 ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആൻസർ 2.166 കിട്ടും. അത് നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഇവിടെ ഉണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ പൊട്ടൻഷ്യൽ എനർജി? 2 തരത്തിലുള്ള ഫോർമുലയും പഠിക്കണം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല PE, പൊട്ടൻഷ്യൽ എനർജി, അതായത് PEയുടെ ഫോർമുല പഠിക്കണം. കൈനറ്റിക് എനർജി KEയുടെ ഫോർമുലയും അറിഞ്ഞിരിക്കണം. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ PE എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല mgh ആണ്. അതിൽ m എന്ന് പറഞ്ഞാൽ മാസ്സാണ്, വസ്തുവിൻ്റെ മാസ്സാണ്. g എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. h എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിലാണ് അതിരിക്കുന്നത്. സോ ഒരു ഡാമിൻ്റെ അകത്ത് കെട്ടിയിർത്തിരിക്കുന്ന വെള്ളത്തിന് എന്ത് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ സ്ഥാനം മൂലം ഉണ്ടായിരിക്കുന്ന എനർജി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഈ ഡാമിലിരിക്കുന്ന വെള്ളത്തിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ, പെൻ സ്റ്റോക്ക് വഴി പൈപ്പ് വഴി തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ പുറത്തോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ചലിക്കുന്ന ഒരു വസ്തുവിന് ഉണ്ടായിരിക്കുന്ന എനർജിനാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ ഡാമിൻ്റെ അകത്ത് കെട്ടിയിർത്തിരിക്കുന്ന വെള്ളം നിശ്ചലമാണ്. സോ അതുകൊണ്ട് അതിന് സ്ഥാനം മൂലം ഉണ്ടാകുന്ന എനർജി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എന്നാൽ ഈ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ, ഒരു പൈപ്പിലൂടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ശക്തിയായിട്ട് പുറത്തോട്ട് ഒഴുകും. ആ സമയത്ത് അതിന് മൂവ്മെൻ്റ് ഉണ്ട്. ഒരു വസ്തുവിൻ്റെ ചലനം മൂലം അതിനുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുല ½ mv². അതിൽ m എന്ന് പറഞ്ഞാൽ മാസ്സാണ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ആദ്യത്തേൽ h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റാണ്. സോ ഇവിടെ നമ്മുടെ ഫോർമുലയിൽ ഓപ്ഷൻ എ mgh, അതാണ് നമ്മുടെ ഫോർമുല. അടുത്ത ചോദ്യം. ഈ ചോദ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ആരും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ ചെയ്തിരുന്നതൊക്കെ ആൻസറുകൾ നോക്കിയായിരുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ എനിക്ക് ആരും ചെയ്തതായിട്ട് കാണാൻ സാധിച്ചില്ല. ഓക്കെ, സാരമില്ല, ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ, ഈ 4ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഈ 4ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. സോ ചോദ്യം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് L2 if total length L is 2.75 meter and L1 is to L2 is 2:3? ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഒരു കഷ്ണം ഒരു വടിയുണ്ടെന്ന് വിചാരിക്കാം. ആ വടിയുടെ നീളം L ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ വടിയുടെ നീളം എന്താണെന്ന് വിചാരിക്കാം? L ആണെന്ന് വിചാരിക്കാം. ഈ വടീനെ ആരെങ്കിലും രണ്ടായിട്ട് മുറിച്ചെന്ന് വിചാരിക്കാം. എവിടെയെങ്കിലും വെച്ച് മുറിച്ചെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടിയുടെ ടോട്ടൽ നീളം എത്രയാണ്? L ആണ്. നിങ്ങൾ അതിനെ രണ്ടായിട്ട് മുറിച്ചെന്ന് വിചാരിക്കുക. ആദ്യത്തെ കഷ്ണത്തിൻ്റെ, നിങ്ങൾക്ക് 2 കഷ്ണങ്ങൾ കിട്ടുമല്ലോ. അതിൽ ആദ്യത്തെ കഷ്ണത്തിൻ്റെ നീളം L1ഉം രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം L2ഉം എന്ന് വയ്ക്കുക. ഓക്കെ, അതായത് L1 L2 കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് കിട്ടും, L കിട്ടും. ഓക്കെ, കാരണം L എന്ന് പറയുന്ന ലെങ്തിനെ മുറിക്കുമ്പോഴാണ് L1ഉം L2ഉം കിട്ടുന്നത്. തിരിച്ച് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ L കിട്ടണമല്ലോ. സോ ഇതാണ് ചോദ്യം. വാട്ട് ഈസ് ദ ലെങ്ത് L2 ഇഫ് ടോട്ടൽ ലെങ്ത് ഈസ് 2.75 മീറ്റർ? ഈ വടിയുടെ കംപ്ലീറ്റ് നീളം 2.75 മീറ്റർ ആണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. L1 ഈസ് ടു L2, 2 കഷ്ണങ്ങളും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L2, അതായത് രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ചോദ്യം. ഒരു എന്തെങ്കിലും ഒരു സാധനമുണ്ട്, ആ സാധനത്തിൻ്റെ നീളം 2.75 എന്നാണ് പറയുന്നത്. ഇവിടെ ഞാനൊരു വടിയായിട്ടാണ് എടുത്തത്. ആ വടിയുടെ നീളം 2.75 മീറ്ററാണ്. അതിന് 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്, L1ഉം L2ഉം. അതിൽ രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം നിങ്ങൾ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഷ്ണങ്ങളെ മുറിക്കുന്ന എന്ത് റേഷ്യോയിലാണ്? 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ആണ്.
ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ഉറപ്പായിട്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചാപ്റ്റർ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള ആളെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇത് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിക്കാണും. സോ എന്തായിരുന്നാലും ഞാൻ ചെയ്തു തരാം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന്. കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ കയ്യിൽ 2.75 മീറ്റർ നീളമുള്ള ഏറ്റവും താഴെ ഞാൻ നോക്കുക, ഞാനിപ്പോൾ എഴുതിയ രണ്ട് കാര്യങ്ങൾ നോക്കുക. എല്ലാം എന്ന് പറഞ്ഞാൽ 2.75 മീറ്ററാണ്. അത്രയും നീളമുള്ള ഒരു വടി തരും. എന്നിട്ട് നിങ്ങളടുത്ത് ആ വടിയെ 2:3 എന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറയും. അതിൽ L2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കഷ്ണത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലായിട്ട് ഇവിടുത്തെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.75 എന്ന് പറയുന്ന നീളത്തിന് 2:3 എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. റേഷ്യോയിലുള്ള നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. L1:L2 റേഷ്യോയിലുള്ള നമ്പറുകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം. 2ഉം 3ഉം അതിന് രണ്ടിനെയും കൂട്ടുക. റേഷ്യോയിലുള്ള രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? ഇപ്പം ശ്രദ്ധിക്കുക, ഒരു വാല്യൂ തന്നിട്ട് അതിനെ ഇന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പൈസ ഇപ്പം 10,000 രൂപ തന്നിട്ട് അതിനെ 2:3:5 എന്ന് പറയുന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാലും എന്ത് കേസ് വന്നാലും എന്തെങ്കിലും ഒരു സാധനം തരും, ഒരു എമൗണ്ട് തരും. ആ എമൗണ്ടിനെ ഇന്ന റേഷ്യോയിൽ മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വഴി ഉപയോഗിച്ചാൽ മതി. ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത് എഴുതി വയ്ക്കുക 2.75 മീറ്റർ. അടുത്ത റേഷ്യോ എഴുതുക. L1:L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:3 ആണ്. റേഷ്യോയിലുള്ള നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. 2ഉം 3ഉമാണ്. അതിനെ കൂട്ടുക. 2ഉം 3നെയും കൂട്ടാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. 2ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? 5. ഇനി അടുത്ത് L2 ആണോ L1 ആണോ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? L2 ആണ്. സോ L2വിന് നേരെ L1ൻ്റെ നേരെ 2ആണ് കിടക്കുന്നത്. L2ൻ്റെ നേരെ എന്താ കിടക്കുന്നത്? L2ൻ്റെ നേരെ എന്താ കിടക്കുന്നത്? 3 കിടക്കുന്നത്. സോ ഈ 2നെയും 3നെയും കൂട്ടുമ്പോൾ കിട്ടുന്ന 5ആണ്. അതിനെ ഛേദത്തിൽ എഴുതുക. ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? L2 ആണ്. അത് 3 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റേഷ്യോ കിടക്കുന്ന വാല്യൂ എന്താണ്? 3 ആണ്. അത് അംശത്തിൽ എഴുതുക. ഇപ്പോഴും നമുക്ക് 3/5 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ കിട്ടും. ഈ 3/5 എന്ന് പറയുന്ന ഫ്രാക്ഷന് നിങ്ങൾക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണ്? 2.75 ആണ്. അതുമായിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് L2ൻ്റെ വില കിട്ടും. സോ 3/5ന് ഇൻറ്റു 2.75 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.65 മീറ്റർ എന്ന് കിട്ടും. അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് ആരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി എൻ്റെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ L1 ആയിരുന്നു ചോദിച്ചത്, നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? L1 ആണെങ്കിലും ഈ സെയിം വഴിയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതും കൂടെ ഞാൻ ചെയ്തു തരാം. ഏറ്റവും താഴെയായിട്ട് നോക്കുക. L1 സമം ഇവിടെ നമ്മൾ റേഷ്യോയിലോട്ട് തന്നെ ആദ്യം പോകണം. 2ഉം 3ഉം ആണ് കൂട്ടുക. നേരത്തെ ഒന്നും ഒരു വ്യത്യാസമില്ല. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്രാക്ഷൻ്റെ ഛേദം എന്ത് തന്നെ വരും? 5 തന്നെ വരും. ഇനി ഇവിടെ വ്യത്യാസം വരുന്നത് നേരത്തെ L2 ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 3 ആയിരുന്നു. ഇവിടെ L1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണ്? 2 ആണ്. സോ നമ്മുടെ ഫ്രാക്ഷൻ കിട്ടും 2/5. നമ്മുടെ ഫ്രാക്ഷൻ കിട്ടും 2/5. അതിനെ 2.75 ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും? L1ൻ്റെ ആദ്യത്തെ കഷ്ണത്തിൻ്റെ വില എത്രയാണെന്ന് എന്ത് ചെയ്തോളും? കിട്ടിക്കോളും. ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 2/5 ഇൻറ്റു 2.75. ആൻസർ 1.1 എന്ന് കിട്ടും. സോ ഏറ്റവും മേളിൽ നോക്കിക്കോളാം. 2.75 മീറ്റർ എന്ന് പറയുന്ന ഈ ലെങ്ത്തിനെ 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ താഴെ പറഞ്ഞത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് L1 1.1 കിട്ടും, L2 1.65 കിട്ടും. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര തന്നെ കിട്ടും? 2.75 കിട്ടും. ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിക്കവാറും പറഞ്ഞ ഒരു 10,000 രൂപ തന്നിട്ട് ഇതിനെ 3 ആൾക്കാരുണ്ട്. A, B, C എന്ന് പറയുന്ന 3 ആൾക്കാരുണ്ട്. അവരുടെ റേഷ്യോ ഇന്ന രീതിയിൽ 2:3:5 എന്ന് പറയുന്ന റേഷ്യോയിലോ അങ്ങനെ എന്തെങ്കിലും റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ സിക്ക് കിട്ടുന്ന പൈസ എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അവിടെയും ഇതേ മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാവും. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ പൊസസ്ഡ് ബൈ ഇറ്റ് മെൽറ്റ്സ് വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ്. സോ ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് ഇതിൻ്റെ അകത്ത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രത്യേകതയാണ് ഒരു മെറ്റലിനെ മെൽറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, അതായത് ഉരുകാൻ സഹായിക്കുന്നത്. അത് ഈ താഴെ തന്നിരിക്കുന്ന ഏത് പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഉരുകുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കടത്തിവിടാനുള്ള ഒരു വസ്തുവിൻ്റെ ശേഷിയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൺവെട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ മെറ്റലിനെ അടിച്ച് പരത്തിയാണ് നമ്മൾ
അടിച്ച് പരത്തി കംപ്രസീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അടിച്ച് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടിച്ച് പരത്തിയിട്ടാണ് മൺവെട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സമയത്ത് അത് പൊട്ടിപ്പോകാൻ പാടില്ല. ഒരു മെറ്റലിനെ അടിച്ച് പരത്തിയിട്ട് നമുക്ക് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ആ മെറ്റലിന് എന്തുണ്ടെന്ന് പറയാം, മാലിയബിലിറ്റി എന്ന് പറയാം. ഫ്യൂസിബിലിറ്റിയാണ് നമ്മുടെ ആൻസർ. ഫ്യൂസിബിലിറ്റി എന്ന് പറയുന്ന പ്രത്യേകത വെച്ചിട്ടാണ് ഒരു വസ്തുവിന് ഫ്യൂസിബിലിറ്റി എത്രയാണെന്ന് നോക്കിയിട്ടാണ് അത് എപ്പോഴും മെൽറ്റ് ചെയ്യും എന്ന് പറയാൻ നമുക്ക് സഹായിക്കുന്നത്. സോ ഫ്യൂസിബിലിറ്റിയാണ് നമ്മളുടെ ആൻസർ. അവസാനത്തെ ടെനാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ പുറത്ത് നിങ്ങൾ വലിയ ബലം അപ്ലൈ ആണെന്ന് ഇരിക്കുക, അതായത് രണ്ട് സൈഡിൽ നിന്ന് ആ വസ്തുവിന് വലിക്കുകയാണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വസ്തു ഇപ്പോൾ എന്തിന് സബ്ജക്റ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സിന് സബ്ജക്റ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, ഒരു വസ്തുവിനെ നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വലിക്കുകയാണെങ്കിൽ ആ വസ്തു ടെൻസൈൽ ഫോഴ്സിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഒരു വസ്തുവിന് ടെൻസൈൽ ഫോഴ്സിനെ അതിജീവിക്കാനുള്ള ശേഷിയാണ് ടെനാസിറ്റി എന്ന് പറയുന്നത്. 4 ഓപ്ഷൻസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസിൽ നിന്നാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇതിൻ്റെ ആൻസർ ഫണ്ടമെൻ്റൽ ആൻഡ് ഡെറൈവ്ഡ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റേഷ്യോ? റേഷ്യോയുടെ ഡെഫിനിഷൻ എന്താണെന്നാണ്. ഞാൻ ആദ്യം ഓപ്ഷനിലോട്ടൊന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം റേഷ്യോയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് A/Bനെ നമുക്ക് A/B എന്ന് എഴുതാം. ഈ A/Bനെ തന്നെയാണ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതും, വേറൊരു രൂപത്തിൽ എഴുതും. A/B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും റേഷ്യോ ആണ്. അത് ആക്ച്വലി മാത്തമാറ്റിക്കലി പറഞ്ഞാൽ എന്ത് തന്നെയാണ്, A/B തന്നെയാണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു രൂപത്തിൽ എഴുതുന്നേ ഉള്ളൂ. സോ റേഷ്യോ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതാണ് ഞാൻ അടുത്ത ലൈനിൽ എഴുതിയിട്ടുള്ളത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 2:3 എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 2/3 എന്ന് തന്നെയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. 5:6 എന്ന് പറയുന്നൊരു റേഷ്യോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/6 എന്നാണ്. 10:25 എന്ന് പറയുന്ന റേഷ്യോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10/25 എന്നാണ്. A/B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B എന്നാണ് അർത്ഥം. അത് മാത്തമാറ്റിക്കലായിട്ട് അതിൻ്റെ അർത്ഥം അതാണ്. ഇനി എന്തിനാണ് റേഷ്യോ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാനാണ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റേഷ്യോ ഉപയോഗിക്കുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് വസ്തുക്കൾ കമ്പയർ ചെയ്യുമ്പോൾ ആ വസ്തുക്കൾ സെയിം കൈൻഡ് ആയിരിക്കണം. ഓക്കെ, അതായത് വേറെ ഒന്നുമില്ല, ഇപ്പോൾ രണ്ട് വസ്തുക്കളുടെ ഭാരങ്ങൾ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഭാരം 60 കിലോയാണ്, അവൻ്റെ ഭാരം 100 കിലോയാണ്. രണ്ട് ആൾക്കാരുടെയും ഭാരം എന്ന് പറയുന്ന സെയിം ക്വാണ്ടിറ്റി, ഒരാളുടെ ഭാരവും മറ്റാളുടെ ഭാരവുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. രണ്ടും സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ രണ്ടും സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ തമ്മിൽ മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴേ എൻ്റെ വെയിറ്റും വേറൊരാളുടെ നിറവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിനർത്ഥമില്ല. അങ്ങനെ കമ്പയർ ചെയ്തിട്ടൊരു കാര്യമില്ല, അത് തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്ത സാധനങ്ങളാണ്. എപ്പോഴും നമ്മളിങ്ങനെ പറയില്ലേ, നിങ്ങൾ ആപ്പിളും ഓറഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് പറയില്ലേ. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ്, അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടൊരു പ്രയോജനമില്ല, അതുകൊണ്ടൊരു മീനിങ്ങും ഇല്ല. സോ എപ്പോഴും നമ്മൾ കമ്പാരിസൺ വിധേയമാക്കുന്നത് സെയിം ക്വാണ്ടിറ്റീസ് തമ്മിലായിരിക്കണം. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സെയിം ക്വാണ്ടിറ്റികൾ തമ്മിലായിരിക്കണം. അതായത് എൻ്റെ വെയിറ്റും വേറൊരാളുടെ വെയിറ്റും നമുക്ക് കമ്പയർ ചെയ്യാം, എൻ്റെ ഹൈറ്റും വേറൊരാളുടെ ഹൈറ്റും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം, എൻ്റെ സ്കിൻ കളറും വേറൊരാളുടെ സ്കിൻ കളറും നമ്മൾ കമ്പയർ ചെയ്യാം. പക്ഷേ ഒരാളുടെ വെയിറ്റും മറ്റൊരാളുടെ ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, കാരണം അത് പരസ്പരം ബന്ധമില്ലാത്ത സാധനമാണ്. ഇതാണ് റേഷ്യോയെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ട് പോവാം. What is the definition of ratio? Relationship of two quantities of the same kind. ഓക്കെ, രണ്ട് സെയിം കൈൻഡ് ആയിട്ടുള്ള വസ്തുക്കൾ തമ്മിലുള്ള ക്വാണ്ടിറ്റികളുടെ റിലേഷൻ അല്ലെങ്കിൽ അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, റേഷ്യോ. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ബാക്കി ഓപ്ഷൻസൊക്കെ തെറ്റാണ്, നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഓപ്ഷൻ ബി ഡിഫറൻറ്റ് കൈൻഡാണ്. ഡിഫറൻറ്റ് കൈൻഡുകളെ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇക്വാളിറ്റി ബിറ്റ്വീൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ എന്ന് പറയത്തില്ല, രണ്ട് റേഷ്യോകൾ തമ്മിൽ ഇക്വാളിറ്റിയാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, അതിന് റേഷ്യോ എന്ന് പറയത്തില്ല. ഓപ്ഷൻ ഡിക്ക് വേറെ ഒരു പ്രാധാന്യമില്ല. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ബിറ്റ്വീൻ റേഷ്യോസ് എന്ന്, ടു റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ സിയുടെ ആൻസർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത് പ്രൊപ്പോർഷനാണ് കേട്ടോ, റേഷ്യോ എന്ന് പറയത്തില്ല, അത് പ്രൊപ്പോർഷനാണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നൺ മെറ്റൽ? ഓക്കെ, കുറച്ച് ആൾക്കാർ മെർക്കുറി എന്ന് എഴുതിയിട്ടുണ്ട്. ദയവ് ശ്രദ്ധിക്കുക, മെർക്കുറി ദ്രാവകാവസ്ഥയിൽ തന്നെയാണ്.
നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പം മെർക്കുറി ദ്രാവകാവസ്ഥയിലായിരിക്കും അതൊരു മെറ്റലാണെന്ന് വിചാരിക്കില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരേ ഒരു മെറ്റൽ മാത്രമേ നമ്മുടെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണത്തുള്ളൂ. അതാണ് മെർക്കുറി. അതാണ് മെർക്കുറിയുടെ പ്രത്യേകത. സോ ബേസിക്കലി മെർക്കുറി എന്ന് പറഞ്ഞാൽ മെറ്റലാണ്. ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തളയാണ്, അത് മെറ്റലാണ്. അയൺ എന്ന് പറഞ്ഞാൽ മെറ്റലാണ്. ഇതിൻ്റെ അകത്ത് മെറ്റൽ അല്ലാത്ത ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിൻ്റെ ഒരു രൂപാന്തരീകരണമാണ്, ഒരു അലോട്രോപ്പിയാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. സോ ഗ്രാഫൈറ്റ് ഒരു അലോഹമാണ്, അത് ലോഹമല്ല, കാരണം കാർബൺ ഒരു ലോഹമല്ല. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഏതാണ് നോൺ മെറ്റൽ എന്നാണ് ചോദിച്ചത്. സോ അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് മിനറൽ ഇൻസുലേറ്റർ? ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു, കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലുണ്ടായിരുന്നു. സി, മൈക്കയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 10th ക്വസ്റ്റ്യൻ. വാട്ട് മെറ്റൽസ് കണ്ടെയ്ൻഡ് ഇൻ ബ്രാസ് അലോയ്? സോ ഇത് എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്നതാണ്. ഇവിടെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം, ദയവേത് നിങ്ങളത് മനസ്സിലാക്കി വെച്ചോളാം. ആദ്യം തന്നെ അലോയ് എന്ന് പറഞ്ഞാൽ 2 അതിലധികം മെറ്റൽസിനെ ചേർത്തുണ്ടാക്കുന്ന പുതിയ മെറ്റൽസിനാണ് നമ്മൾ അലോയ് എന്ന് പറയുന്നത്. 2 ഇത്തരത്തിലുള്ള അലോയ്സാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാസ് എന്ന് പറയും, പിത്തള. രണ്ടാമത്തത് ബ്രോൺസ്, വെങ്കലം. ഓക്കെ, ഇതിൻ്റെ രണ്ടിലും പൊതുവായിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറാണ്. രണ്ടിലും പൊതുവായിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറാണ്. ബ്രാസിലും കോപ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ബ്രോൺസിലും വെങ്കലത്തിലും കോപ്പർ ഉണ്ടാവും. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിന്നും, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കുമാണ്. ഓക്കെ, ഒരെണ്ണത്തിൽ ഇനി ബ്രാസ് ഉണ്ട്, ബ്രൗൺസ് ഉണ്ട്. ഇതിൽ 2 പൊതുവായിട്ടുള്ളത് കോപ്പറാണ്. ഇനി ഇതിൽ ഒരെണ്ണത്തിൽ സിങ്ക് വരും, മറ്റതിൽ ടിന്ന് വരും. അത് ഞാൻ പഠിച്ചു വെച്ചേക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിന്നിൻ്റെയും സിങ്കിൻ്റെയും സിമ്പിൾ ഞാനിവിടെ താഴെ എഴുതാം. സോ 2 ഓൾറെഡി ബ്രാസിലും ബ്രോൺസിലും ആദ്യം ഓൾറെഡി കോപ്പർ ഉണ്ട്. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത് സിങ്ക് ആണോ ടിന്നാണോ വരുന്നതെന്നാണ്. സോ ഇവിടെ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്താണ്? ഇസഡ് ആണ്. സിങ്കിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്താണ്? ഇസഡ് ആണ്. ഈ ഇസഡ് നിങ്ങൾക്ക് ബ്രോൺസിൽ കാണാൻ പറ്റും, BRONZ. സോ സിങ്കിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്തിലുണ്ട്? ബ്രോൺസിലുണ്ട്. പക്ഷെ അവിടെ നിങ്ങളത് എഴുതരുത്, ബ്രാസിൻ്റെ കൂടെ എഴുതുക. ബ്രാസിനാണ് ഇസഡ് ഇല്ലാത്തത്. ആ ബ്രാസിൻ്റെ കൂടെ ആര് പോവും? സിങ്ക് പോവും. അതുപോലെ തന്നെ ബ്രോൺസിൽ എസ് ഇല്ലാത്തവൻ്റെ അടുത്തോട്ട് എസ് പോവും. ടിന്ന് ബ്രോൺസിൽ വരും. ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് ഇത് പഠിച്ചു വയ്ക്കുക, ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ഒരിക്കലും മറന്നില്ല. എനിക്ക് ആദ്യം ഇത് കൺഫ്യൂഷൻ ആവുമായിരുന്നു. ഞാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചതിന് ശേഷം എനിക്കിതിലായിട്ട് അത് മറന്നു പോയിട്ടില്ല. സോ ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മെറ്റൽസിസ് ബ്രാസിൽ ഏതൊക്കെയാണുള്ളതെന്നാണ്. സോ കോപ്പറും സിങ്കുമാണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. ഹൗ മെനി ന്യൂട്ടൺസ് ഫോർ 1 കിലോഗ്രാം? 1 കിലോഗ്രാമിന് എത്ര ന്യൂട്ടൺ ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ M/G ആണ്. കിലോഗ്രാമിൽ എന്തെങ്കിലും തന്നിട്ട് അതിനെ ന്യൂട്ടണിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ 1 കിലോഗ്രാം എത്ര ന്യൂട്ടൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ 9.81 കൊണ്ട് ഗുണിച്ചാൽ മതി. M/G ആണ്. 9.81 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. സോ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സൈഡ് AB ഇഫ് AC = 10 സെൻറ്റിമീറ്റർ ആൻഡ് BC = 6 സെൻറ്റിമീറ്റർ? ഇവിടെ പടം തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഇത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പടം തരേണ്ടിയിരുന്നു, പക്ഷെ തന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് ആ പടം ഒന്ന് വരയ്ക്കാം. സോ ഞാനിപ്പം വരച്ച ഈ പടമായിരിക്കും നിങ്ങളുടെ പടം. ഓക്കെ, ഇതായിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കേണ്ട പടമായിരുന്നത്, പക്ഷെ അതിവിടെ ഇല്ല, സാരമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. സോ ട്രയാങ്കിൾ ABC ആണ്. അതിൽ B എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എന്ത്? AC. സോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് AC. അത് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ആണ്, അത് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് AB ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പൈതഗോറസ് തിയറം അറിയാം. പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ, അതായത് ഇവിടെ AC സ്ക്വയർ സമം AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആയിരിക്കും.
വല സൈഡിലാണ് എ ബി സ്ക്വയർ കിടക്കുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിൻ്റെ കൂടെ പ്ലസ് ചെയ്തേക്കുന്നത് ബി സി സ്ക്വയർ ആണ്. അതിന് ഇടത് സൈഡിലോട്ട് കൊണ്ടുവരിക. പ്ലസ് ബി സി സ്ക്വയറിന് ഇടത് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലസ് ചെയ്തേക്കുന്ന ഒരു സൈഡിൽ പ്ലസ് ചെയ്തേക്കുന്ന മറ്റേ സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. സോ ഞാനിതിനൊക്കെ ഒന്ന് തലതിരിച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു സൈഡിൽ എ ബി സ്ക്വയർ മാത്രമായിരിക്കും പിന്നെ ഉണ്ടാവുക. മറ്റേ സൈഡിൽ പ്ലസ് ബി സി സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ബി സി സ്ക്വയർ ആവും. അത് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ എന്നാവും. ഇനി ഒരു സാധനത്തിൻ്റെ സ്ക്വയർ അറിയാമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് എടുത്താൽ മതിയെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണെങ്കിൽ എ കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് 9 എടുക്കും. എ സ്ക്വയർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണെങ്കിൽ പി കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് 25 എടുക്കും. അതുപോലെ തന്നെ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ആണെങ്കിൽ എ ബി കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് എടുക്കും. സോ ഞാൻ അതിൻ്റെ ആൻസറുകൾ ബാക്കി ചെയ്തിട്ടുണ്ട്. റൂട്ട് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ എന്ന് വരും. റൂട്ടിനകത്ത് എ സി എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് വരും. 10 സ്ക്വയർ 100 ആണ്. മൈനസ് 36. അപ്പോഴും എല്ലാ റൂട്ടിനകത്താണ്. 100 36 കുറച്ച് കഴിഞ്ഞാൽ 64 കിട്ടും. സോ ഞാൻ മേളിലോട്ട് എഴുതുകയാണ്. എൻ്റെ ആൻസർ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. സോ 100 36 പക്ഷേ 64 വരും. 64 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 8 ആയിരിക്കും. 64 ടൈപ്പ് ചെയ്യുക കാൽക്കുലേറ്ററിൽ, റൂട്ട് അമർത്തുക, 8 കിട്ടും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ 8 ആണ്. അത് ഓപ്ഷൻ എ ആണ്. കറക്റ്റായിട്ടുണ്ട്. അടുത്ത ചോദ്യം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ മിസ്സായിപ്പോവും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കാർബൺ പെർസെൻറ്റേജ് ഇൻ ഹൈ കാർബൺ സ്റ്റീൽ? ഓക്കെ, ഹൈ കാർബൺ സ്റ്റീലിന് ആദ്യം സ്റ്റീൽ എത്ര ഇതുണ്ടെന്ന് വിചാരിക്കുക. 2 എണ്ണം ഉണ്ട്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കാർബൺ സ്റ്റീലും ഉണ്ട്, അതുപോലെ തന്നെ അലോയ് സ്റ്റീലും ഉണ്ട്. ഓക്കെ, സ്റ്റീല് 2 തരത്തിലുണ്ട്. പ്ലെയിൻ കാർബൺ സ്റ്റീലും ഉണ്ട്, അലോയ് സ്റ്റീലും ഉണ്ട്. പ്ലെയിൻ കാർബൺ സ്റ്റീലിനകത്ത് അയണും കാർബണും മാത്രമേ ഉണ്ടാവുള്ളൂ, ഇരുമ്പും കാർബണും മാത്രമേ ഉണ്ടാവുള്ളൂ. അലോയ് സ്റ്റീലിനകത്ത് ഇരുമ്പും കാർബണും ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ചെറിയ അളവിൽ വനേഡിയം, മാംഗനീസ്, ക്രോമിയം, നിക്കൽ അതുപോലത്തെ മെറ്റൽസ് എന്ത് ചെയ്യും? കൂടുതൽ അതും കൂടെ കൂടി ചേർക്കും. അതുകൊണ്ടാണ് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത്. അയണും കാർബണും മാത്രമുള്ള സ്റ്റീലിനെയാണ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഇനി ഈ പ്ലെയിൻ കാർബൺ സ്റ്റീലിനെ പിന്നെയും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ തിരിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണിൻ്റെ ശതമാനത്തിനനുസരിച്ചാണ്. അതിൽ ലോ കാർബൺ സ്റ്റീലുണ്ട്, കുറച്ച് കാർബണുള്ള സ്റ്റീലുണ്ട്, മീഡിയം കാർബൺ താരതമ്യേന കൂടുതലുള്ളത്, അടുത്ത് ഹൈ കാർബൺ സ്റ്റീൽ. അതിൽ ഹൈ കാർബൺ സ്റ്റീലിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓരോ ഓപ്ഷൻസും വായിച്ചിട്ട് ഞാൻ അതിൻ്റെ ആൻസറുകൾ പറയാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.02% മുതൽ 0.03% വരെയാണ്. ഇതിന് വേറെ കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം നമുക്ക് പഠിക്കാനില്ല. അടുത്തത് നോക്കുക, ഓപ്ഷൻ ബി 0.15% മുതൽ 0.25% കാർബൺ പെർസെൻറ്റേജ് ഉള്ള സ്റ്റീലിനെയാണ് നമ്മൾ ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് 0.25% മുതൽ 0.5% വരെ, അതിനെയാണ് മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെയാണ് 0.5 മുതൽ 1.5%, അതാണ് ഹൈ കാർബൺ സ്റ്റീൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ തന്നെ കോമൺ സെൻസിൽ തന്നെ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇനി ഒരു കാര്യം കൂടെ എനിക്കിവിടെ പറഞ്ഞു തരാനുള്ളത്, ലോ കാർബൺ സ്റ്റീലിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അതാണ് മൈൽഡ് സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ഞാൻ ലോ കാർബൺ സ്റ്റീലിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൈൽഡ് സ്റ്റീൽ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ലോ കാർബൺ സ്റ്റീലിനാണ്. ഇനി വേറൊരു കാര്യം കൂടെ എനിക്കിവിടെ പറയാനുള്ളത്, ഇതിപ്പം 1.5% വരെ ആയതേ ഉള്ളൂ. ഇനി 2%-നെയും 4%-നെയും ഇടയ്ക്ക് കാർബൺ പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നത് കാസ്റ്റ് അയൺ എന്ന് വിളിക്കും. ഇടത് സൈഡിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2% മുതൽ 4% വരെ കാർബൺ ശതമാനമുള്ള അയണിനെയാണ് കാസ്റ്റ് അയൺ, സ്റ്റീലിനെയാണ്, സ്റ്റീലെന്ന് പറയത്തില്ല, 0.2% അടുത്തിനിടയ്ക്കും കാർബൺ ഉണ്ടെങ്കിലേ സ്റ്റീൽ എന്ന് പറയത്തുള്ളൂ കേട്ടോ. അത് ഒന്ന് ഓർത്തോളണേ. ഞാൻ ഇവിടെ സ്റ്റീലിൻ്റെ നേരെ എഴുതി. 0-2% ഇടയ്ക്കാണെങ്കിൽ സ്റ്റീൽ എന്ന് പറയത്തുള്ളൂ, 2%-നും 4%-നും ഇടയ്ക്കാണെങ്കിൽ കാസ്റ്റ് അയൺ എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളെ അവിടെ പഠിക്കാനുള്ളൂ. അടുത്ത ചോദ്യം, ഇത് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കണം, നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കണം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് 1 + cot²θ? ഇത് 3 എണ്ണം ഉണ്ട്. ഇത് ട്രിഗണോമെട്രി ചാപ്റ്ററാണ്, ഞാൻ ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ച് തന്നെ പോവുക.
ഇതൊരു 3 ഫോർമുല പഠിക്കേണ്ടതാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ദയവ് ചെയ്തത് പഠിച്ചോളുക. സൈൻ തീറ്റയുടെ സ്ക്വയറും കോസ് സ്ക്വയർ തീറ്റയുടെ സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റ കിട്ടും. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റ കിട്ടും. അല്ലെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റയാണ്. അതുപോലെ തന്നെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊസീക്ക് സ്ക്വയർ തീറ്റയാണ്, സി. അതൊന്നും ഓർത്തുള്ളൂ. അതുപോലെ തന്നെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക്ക് സ്ക്വയർ തീറ്റയാണ്. 3 എണ്ണം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇവിടെ നമുക്ക് വരുന്നത് മൂന്നാമത്തെയാണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റയാണ് ഇവിടെ വരുന്നത്. അത് കൊസീക്ക് സ്ക്വയർ തീറ്റ ആയിരിക്കും, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ? വാട്ട് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ? ഞാനിവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഏത് ആംഗിളാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് ഡിവൈഡ് ചെയ്യണം. സൈൻ തീറ്റ സമം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റയ്ക്ക് ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. സൈൻ തീറ്റയും കോസ് തീറ്റയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും സൈൻ തീറ്റ ഭാഗം കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാലും ടാൻ തീറ്റ കിട്ടും. ടാൻ തീറ്റ സമം സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റയെന്ന് വരാറുണ്ട്. ഇനി സൈൻ തീറ്റയുടേത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇതിനെ തലതിരിച്ചിടുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയും. അതായത് ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ അതിനെ കൊസീക്ക് തീറ്റ എന്ന് വിളിക്കും. അതുപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇനി ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഇതിനെ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ സീക്ക് തീറ്റ എന്ന് വിളിക്കും. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതിനെ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടും. അതിനെയാണ് കോട്ട് തീറ്റ എന്ന് വിളിക്കുക. സോ ടാൻ തീറ്റയുടെ കാര്യം ഒന്നും കൂടെ പറയുകയാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാലും ടാൻ തീറ്റ കിട്ടും. സോ ഇവിടെ ഇനി നമുക്ക് ആൻസർ ആയിട്ട് ചെക്ക് ചെയ്യാം. സോ ആദ്യത്തെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റയുടെ തലതിരിഞ്ഞ രൂപമാണ്. അതിനെയാണ് സീക്ക് തീറ്റ എന്ന് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷൻ സീക്ക് തീറ്റയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അതാണ് നമ്മുടെ എന്താണ് അഡ്ജസൻറ്റ് സൈഡ്, അടുത്തുള്ള സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അതിനെയാണ് നമ്മൾ കോസ് തീറ്റ എന്ന് പറയുന്നത്. അടുത്തത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അത് സൈൻ തീറ്റയാണ്. അടുത്ത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അത് കൊസീക്ക് തീറ്റയാണ്. അത് സൈൻ തീറ്റയുടെ നേരെ റെസിപ്രോക്കൽ തലതിരിഞ്ഞ രൂപമായിട്ടുള്ള കൊസീക്ക് തീറ്റ ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാം നോട്ട് ചെയ്ത് എടുക്കുക. വിച്ച് അലോയ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലാമ്പ് ആസ് ഫിലമെൻറ്റ്? ഓക്കെ, അലോയ് എന്ന് പറയാൻ പാടില്ല. ടങ്സ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ മെറ്റലാണ് കേട്ടോ. അത് വേറെ മെറ്റലുകളുടെ സങ്കര രൂപമൊന്നുമല്ല. എന്നാലും ഫിലമെൻറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ആണ്. ഓപ്ഷൻ സി, ടങ്സ്റ്റൺ. ഇതിൽ സിലിക്കൺ, ഓപ്ഷൻ ഡി ആയിട്ട് വരുന്ന സിലിക്കൺ എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടറാണ് കേട്ടോ. സെമി കണ്ടക്ടറാണ്, അർദ്ധചാലകം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 625 mm സ്ക്വയർ? നമുക്കറിയാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം. അതായത് ഒരു ചതുരമുണ്ട്, ആ ചതുരത്തിൻ്റെ 4 സൈഡുകളും തുല്യമാണെങ്കിൽ അതിനെയാണ് സമചതുരം എന്ന് പറയുന്നത്. അതിനെയാണ് സ്ക്വയർ എന്ന് പറയുന്നത്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ആണെങ്കിൽ മറ്റേ എല്ലാ സൈഡുകളും എ ആയിരിക്കും. അതിൻ്റെ ഏരിയ എ സമം അതിൻ്റെ ഏരിയ ക്യാപിറ്റൽ എ സമം സ്മോൾ എ സ്ക്വയർ. എ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ ആണ്. ഈ സൈഡിൻ്റെ സ്ക്വയർ ആണ്, ഏരിയ ആണ് നമുക്ക് എന്തായിട്ട് തന്നിട്ടുള്ളത് ഇവിടെ ക്വസ്റ്റ്യനിൽ. ഈ സ്ക്വയറിൻ്റെ ഏരിയനെയാണ് നമ്മൾ എന്തായിട്ട് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ, 625 mm സ്ക്വയർ. സോ സൈഡിൻ്റെ സ്ക്വയർ, ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ ആണ്. ഈ സൈഡിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ 625 mm സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എ സ്ക്വയർ സമയം എന്തെന്ന് എഴുതാം. സോ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എ ആണ്. സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എ ആണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 എന്ന് വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു സാധനത്തിൻ്റെ സ്ക്വയർ തന്നിട്ട് അത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എടുക്കും. ഇത്രയേ ഉള്ളൂ. സോ ഈ 625 എന്ന് പറയുന്ന വാല്യൂ സൈഡിൻ്റെ സ്ക്വയർ ആണ്. അതിൽ നിന്ന് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എടുക്കും. 625 റൂട്ട് എടുക്കുമ്പോൾ 25 mm. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.
again അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ ഇതാണ് പൈതഗോറസ് തിയറമാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈഡ് എ സി ഇഫ് എ ബി ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ? സോ എഗെയിൻ നമ്മൾ ആ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കുക. ഇതിൽ ട്രയാങ്കിൾ വരച്ച് തരേണ്ടായിരുന്നു, ഇല്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. മുകളിലായിട്ട് ഞാൻ ആ ഫിഗർ വരച്ചിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. ബി ആണ് റൈറ്റ് ആംഗിളായിട്ട് വരുന്നത്. ബി സി 5 സെൻറ്റിമീറ്റർ ആണ്, എ ബി 7 സെൻറ്റിമീറ്റർ ആണ്. കണ്ടുപിടിക്കേണ്ടത് എ സി ആണ്. എ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ, അതായത് എ സിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. മറ്റ് രണ്ട് സൈഡുകൾ എ ബിയും ബി സിയും. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആയിരിക്കും. ഇപ്പം ഞാൻ എഴുതിയതാണ് പൈതഗോറസ് തിയറം പറയുന്നത്. എ സി സ്ക്വയർ സമം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഒരു സാധനത്തിന് സ്ക്വയർ അറിയാമെങ്കിൽ അതിൽ നിന്ന് സ്ക്വയർ ആ സാധനം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ എ സി സ്ക്വയർ അറിയാമെങ്കിൽ എ സി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് എടുക്കും. സോ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ റൂട്ട് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് വരും. എ ബി എന്ന് പറഞ്ഞാൽ 7 ആണ്, ബി സി എന്ന് പറഞ്ഞാൽ 5 ആണ്. അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. സോ അടുത്ത ലൈനിലോട്ട് നോക്കുക. റൂട്ട് 7 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 7 ചെയ്താൽ മതി. ഏതെങ്കിലും സാധനത്തിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇപ്പോൾ 5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 5 ഇൻറ്റു 5 ചെയ്താൽ മതി. 10ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10 ഇൻറ്റു 10 ചെയ്താൽ മതി. സോ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 7 49. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 25. 49ഉം 25ഉം കൂട്ടുമ്പോൾ 74. റൂട്ട് 74 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 74 കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം റൂട്ട് ചിഹ്നം അമർത്തി കഴിഞ്ഞാൽ 8.6 കിട്ടും. സോ ഇടത് സൈഡിലായിട്ട് ഞാൻ ആൻസർ എഴുതിയിട്ടുണ്ട്. 8.6 കിട്ടുന്നു കറക്റ്റ് ആൻസർ. സോ അത് ഇവിടുത്തെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ പവർ? ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ വോൾട്ട് ആണ്. വോൾട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇ എം എഫ്. ഇത് മൂന്നിൻ്റെ യൂണിറ്റ് വോൾട്ടേജ് ആണ്, വോൾട്ടാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സാധനങ്ങളുടെ യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാം. വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആണ്, അതുപോലെ തന്നെ ഇ എം എഫിൻ്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്. അടുത്ത് ഓംസ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓംസ്. അടുത്ത മൂന്നാമത്തേന്ന് പറഞ്ഞാൽ വാട്ട്സ് WATT വാട്ട്സ് ആണ് കേട്ടോ. ആ WATTS വാട്ട്സ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പവറിൻ്റെ ആൻസർ. ഇനി അവസാനത്തെ ഡി ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപിയർ ആണ്. അത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. സോ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയാം, ഇ എം എഫിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയാം. ഓംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. വാട്ട് WATTS വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്, ഇലക്ട്രിക്കൽ പവറിൻ്റെ യൂണിറ്റ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ ദ ഓബ്ജക്റ്റ് സീൻ ഹയർ ദാൻ ഐ ലെവൽ? ഓക്കെ, ഇത് ട്രിഗണോമെട്രി ചാപ്റ്ററിലുള്ളതാണ്, നമ്മളത് പഠിക്കും. അവിടെയാണ് നമ്മളത് പഠിക്കേണ്ടത്. എന്നാലും ഞാനത് രണ്ടും പറഞ്ഞുതരാം. ആദ്യത്തെ ഓപ്ഷൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, അത് ഇതുമായിട്ട് ബന്ധമില്ല. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇതുമായിട്ട് ബന്ധമില്ല. ഓപ്ഷൻ സിയും ഡിയും ഇതുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ കണ്ണ് വരച്ചിട്ടുണ്ട് ഇടത് സൈഡിലായിട്ട്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുക. എൻ്റെ വരപ്പൊക്കെ ഇങ്ങനെയാണ്. കണ്ണിന് നേരെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഐ ലെവൽ എന്ന് പറയുക. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നേരെ ഇരിക്കും. ആ കണ്ണിൻ്റെ നേരെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഐ ലെവൽ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ ഹൈറ്റിനേക്കാളും ഉയരത്തിലുള്ള ഒരു വസ്തുവിനെ നോക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് ഒരു ആംഗിൾ മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അതിനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നേരെ വരയ്ക്കുന്ന ലൈനാണ് ഐ ലെവൽ എന്ന് പറയുന്നത്. എപ്പോഴാണോ നമ്മുടെ ഉയരത്തിനേക്കാളും കൂടുതൽ ഉയരത്തിലുള്ള ഒരു സാധനത്തിനെ നോക്കുമ്പോൾ, ഇപ്പോൾ ചന്ദ്രനെ നോക്കുമ്പോൾ നമ്മൾ കണ്ണ് മുകളിലോട്ട് ഉയർത്തേണ്ടി വരും. ആ കണ്ണ് എത്ര ഡിഗ്രി മുകളിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഒരു ആംഗിളായിരിക്കും മുകളിലോട്ട് അത് കറങ്ങുന്നത്. ആ ഒരു റൊട്ടേഷൻ, നമ്മുടെ കണ്ണിൻ്റെ റൊട്ടേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ഇനി ചിലപ്പോഴും നമുക്ക് നമ്മുടെ ഹൈറ്റിനേക്കാളും താഴെയുള്ള വസ്തുക്കളെ നോക്കേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ കണ്ണ് താഴോട്ട് ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ഹൈറ്റ് സീൻ ഹയർ ദാൻ ദ ഐ ലെവൽ? അപ്പോൾ നമ്മുടെ ഐ ലെവലിനേക്കാളും ഉയരത്തിൽ, അതായത് നമ്മളെക്കാളും ഉയരത്തിലുള്ള വസ്തുവിനെ കാണുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ. ഓപ്ഷൻ സി.
അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് എ ക്യൂബ് ഹൂസ് സൈഡ് ഈസ് 25 സെൻറ്റിമീറ്റർ. ഇതും പഠിപ്പിച്ചിട്ടില്ല, അത് പഠിപ്പിക്കുന്നതാണ്. ഉടനെ അടുത്ത 2-3 ക്ലാസ്സിൻ്റെ അകത്ത് അത് വരുന്നതാണ്. സോ എന്നാൽ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു 3D ഫിഗറാണ്, അല്ലെങ്കിൽ ഒരു സോളിഡ് ഫിഗറാണ്. 3D ആണ്, 2D അല്ല, 3D ആണ്. അതിൻ്റെ നീളവും വീതിയും പൊക്കവും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിൻ്റെ നീളവും വീതിയും പൊക്കവും എല്ലാം സെയിം ആയിരിക്കും, എ ആയിരിക്കും. ഇനി ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എ ക്യൂബ് എടുക്കുക, അതായത് എ ഇൻറ്റു എ 3 പ്രാവശ്യം എനെ റിപ്പീറ്റ് ചെയ്ത് ഗുണിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ 6a² ചെയ്യുക. ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ 6 × a² ചെയ്യുക, സൈഡിൻ്റെ സ്ക്വയർ ചെയ്യുക. സോ ഇവിടെ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. 25ൻ്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കുക. 25 × 25 × 6 ചെയ്താൽ മതി, 3750 എന്ന് കിട്ടും. സോ 3750 എന്ന് കിട്ടും, ഓപ്ഷൻ സി. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ആണ്. ഈ പറഞ്ഞ 4 ഓപ്ഷൻസ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതാണ്, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, വാട്ട് ഈസ് കോൾഡ് ദ ഇഫ് ലെങ്ത് ഓഫ് എ സോളിഡ് എക്സ്പാൻസ് വെൻ ഹീറ്റഡ്? ഇതും മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓരോന്നും ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ലീനിയർ എക്സ്പാൻഷൻ ആണ്. ഒരു വസ്തുവിൻ്റെ നീളം, ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ നീളത്തിനാണ് വർധന ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോഴേ അതിൻ്റെ നീളത്തിന് വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ, ലെങ്ത്തിന് വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷനാണ്. ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ ഏരിയയ്ക്ക് വ്യത്യാസം ഉണ്ടാകും, അതിൻ്റെ പ്രതലത്തിലുള്ള വിസ്തീർണത്തിന് വ്യത്യാസം ഉണ്ടാവും, പരപ്പളവിന് വ്യത്യാസം ഉണ്ടാകും. അതിനെയാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്യൂബിക്കൽ എക്സ്പാൻഷനാണ്. ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയത്തിന് വ്യത്യാസം വരികയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുക. ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയുക. ഓപ്ഷൻ ഡി വെറുതെ തന്നേക്കുന്നതാണ്, ഡമ്മി ഓപ്ഷനാണ്. ആദ്യത്തെ 3 ഓപ്ഷനാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻസ്. സോ വാട്ട് ഈസ് കോൾഡ് ഇഫ് ലെങ്ത് ഓഫ് എ സോളിഡ് എക്സ്പാൻസ് എന്ന് പറഞ്ഞാൽ വലുതാവുക. സോ ലെങ്ത് വലുതാവുകയാണെങ്കിൽ ലീനിയർ എക്സ്പാൻഷൻ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് എ body travels a distance 168 meter in line 21 seconds. ഇത് പല ആൾക്കാരും ചെയ്തിട്ടില്ല, എനിക്ക് അത്ഭുതം തോന്നി. സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ വരുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സ്പീഡ് വെലോസിറ്റി ചാപ്റ്ററിൽ നിന്നാണ്. വെലോസിറ്റിയുടെ ഫോർമുല എല്ലാവർക്കും അറിയാം, ദയവ് അത് കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഫോർമുല അറിഞ്ഞൂടെങ്കിൽ കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, എത്ര ദൂരമാണ് സഞ്ചരിച്ചത് അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ടൈം എന്ന് പറഞ്ഞാൽ സമയം. ഇവിടെ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 168 മീറ്റർ, ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇൻ ലൈൻ ഇൻ 21 seconds. ഇവിടെ വസ്തു ആകപ്പാടെ സഞ്ചരിക്കുന്നത് 168 മീറ്ററാണ്. എത്ര സമയം കൊണ്ടാണ്? 21 സെക്കൻഡ് കൊണ്ടാണ്. സോ 168 ഡിസ്റ്റൻസ്, ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 21. 168നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ 8 എന്ന് കിട്ടും. സോ 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അപ്പോഴേ 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അത് ഓപ്ഷൻ ബി ആയിട്ട് അവിടെ തന്നെ ഉണ്ട്, വേറെ ഒന്നും എൻ്റെ അത് വേറെ കാര്യമൊന്നുമില്ല. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ? അടുത്ത അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇഫ് എ ബോഡി ഓഫ് മാസ് 250 കിലോഗ്രാം ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 30 മീറ്റർ? കുറേ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല mgh. ദയവ് ചെയ്തത് കാണാതെ പഠിക്കുക. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ കുറച്ച് നേരത്തെ രണ്ടും പറഞ്ഞതാണ്. കുറച്ച് നേരത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെയും ഫോർമുല പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയുടെ ഫോർമുല പറഞ്ഞിരുന്നായിരുന്നു. പൊട്ടൻഷ്യൽ എനർജി P mgh. അതിൽ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്സാണ്, അത് 250 കിലോഗ്രാം. ഇവിടെ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇഫ് എ ബോഡി ഓഫ് മാസ് 250 കിലോഗ്രാം, ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ ഒരു ക്വസ്റ്റ്യനും തരില്ല. ജിയുടെ വാല്യൂ എപ്പോഴും 9.81 അല്ലെങ്കിൽ 10 എന്ന് എടുക്കുക, അപ്രോക്സിമേറ്റ് ചെയ്ത്. ഞാനിവിടെ 9.81 എടുക്കുക. ദയവ് ചെയ്ത് ജിയുടെ വാല്യൂ ദയവ് ചെയ്ത് കാണാതെ പഠിക്കുക. അത് ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരത്തില്ല, അത് ഉറപ്പാണ്, 100% ഉറപ്പുള്ള കേസാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ക്വസ്റ്റ്യനിൽ ജിയുടെ വാല്യൂ 9.81 തരത്തുള്ളൂ. അത് നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്, കാണാതെ പഠിച്ചു വെച്ചിരുന്നേ പറ്റുള്ളൂ. ഹൈറ്റ് 30 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്.
സോ ബേസിക്കലി വളരെ സിമ്പിളാണ്. എന്താണ് മാസ് 250 ഇൻറ്റു പിന്നെ എന്താണ് 9.81 ഇൻറ്റു 30. ആൻസർ 73,575 ജൂൾ എന്ന് കിട്ടും. ഇത്രയും ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻസർ കാണൂല. അവിടെയാണ് പ്രശ്നം. 73,575 ജൂൾ എന്ന് പറഞ്ഞ ആൻസർ അല്ല. ഇവിടെ 72.57 കിലോ ജൂള്. സോ ഇവിടെ കിലോ ജൂളിലാണ് കിടക്കുന്നത്. ജൂളിനെ കിലോ ജൂളിലാക്കണമെങ്കിൽ എന്ത് സാധനത്തിന്, ഇപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലാക്കണമെങ്കിലോ ജൂളിനെ കിലോ ജൂളിലാക്കണമെങ്കിലോ വാട്ടിനെ കിലോ വാട്ടിലാക്കണമെങ്കിലോ 1000 കൊണ്ട് ഭാഗിച്ചാൽ മതി. മീറ്ററിനെ കിലോമീറ്ററിലാക്കണമെങ്കിൽ 1000 ഉണ്ട്. കിലോ വരുമ്പോൾ തിരിച്ചാക്കണമെങ്കിൽ 1000 കൊണ്ട് ഭാഗിച്ചാൽ മതി. സോ ഈ കിട്ടിയ ആൻസറിനെ 1000 കൊണ്ട് 1000 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആൻസർ കീയിൽ നോക്കിക്കഴിഞ്ഞാൽ 73.57 ഉണ്ട്. ഓപ്ഷൻ ബി അതാണ് കറക്റ്റ് ആൻസർ. സോ വളരെ മാന്യമായിട്ട് ഞാൻ 25 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അവസാനത്തെ ചോദ്യം വരുന്നത് വർക്ക് എനർജി പവറിൽ നിന്നാണ്. സോ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഞാൻ വളരെ മാന്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എല്ലാവർക്കും മനസ്സിലാവണം, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ദയവ് ചെയ്ത് ഇത് കാണുക, 2 പ്രാവശ്യമെങ്കിലും കാണുക. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം കണ്ട് മനസ്സിലാക്കുക, രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ കയ്യിലൊരു നോട്ട്ബുക്ക് കരുതുക. തീരെ സംശയമുള്ളത്, അതായത് മനസ്സിൽ നിൽക്കില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ദയവ് ചെയ്ത് നോട്ട് ചെയ്തെടുക്കുക.